ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംലി കിച്ചൻ. ഞാൻ ഇന്നിവിടെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു കോഴിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ അതിന് വേണ്ടി ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ല ചെറിയ പീസല്ല, കുറച്ച് ഒരിടത്തരം പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഉള്ളിയും ഒരു തക്കാളിയും 1 സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും 1 ഉരുളക്കിഴങ്ങ് 6 പീസാക്കി എടുത്തതും ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് മാത്രമേ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ, പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഓണിയൻ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചിക്കനും ബീഫും ഒക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉള്ളി, തക്കാളി, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചേർത്തിട്ടായിരിക്കാം മിക്കവാറും ആൾക്കാർ കറി ഉണ്ടാക്കുക. പക്ഷേ ഇത് അത്രയൊന്നും നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി ചേർത്ത് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 തക്കാളി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു കറിയിലേക്ക് നമുക്ക് തേങ്ങയുടെ 1/4 പാലും 2/4 പാലും ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങയുടെ 1 കപ്പ് 1/4 പാലും അതുപോലെ തന്നെ 1.5 കപ്പോളം 2/4 പാലും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ടും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നന്നായി ചെറുതായിട്ട് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. കാരണം ഈ കിഴങ്ങും ചിക്കനും ഏകദേശം ഒരേ വേവ് തന്നെയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ പൊടികളാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 സ്പൂണോളം മല്ലിപ്പൊടിയും 3 സ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ഇത് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പമുള്ളൊരു കറിയാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ തേങ്ങയുടെ 2/4 പാല്, 1 കപ്പോളം 2/4 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലാണ് നമ്മളിവിടെ ചിക്കനും അതുപോലെ ഈ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഹാഫ് വേവായിട്ടുണ്ട്. ഞാനിപ്പോൾ മുടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൊട്ടാറ്റോനേക്കാളും വേവ് കുറവാണ് ചിക്കനെന്ന് തോന്നുന്നു. കാരണം ചിക്കനാണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് നിങ്ങൾക്ക് നാടൻ കോഴിയെ കിട്ടുകയാണെങ്കിൽ നാടൻ കോഴി കൊണ്ട് തന്നെ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുക. അതാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്കിപ്പോൾ അത് കിട്ടാത്തത് കൊണ്ടാണ് ഈ ബ്രോയിലർ ചിക്കൻ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഇനിയും തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനും കൂടിയിട്ടുള്ള ഉപ്പ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം നമ്മുടെ കറിയൊക്കെ നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കണം.
ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ബാക്കിയുണ്ടായ അരക്കപ്പോളം രണ്ടാം പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഇട്ടത് കൊണ്ട് തന്നെ നമ്മുടെ കറിയുടെ ചാറ് നല്ല കുറുകിയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ അരക്കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്താലും പ്രശ്നവുമില്ല, നല്ല കുറുകിയ ചാറിന് നമുക്ക് കിട്ടും. ഈ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അധികം കൂടുതൽ തിളപ്പിക്കരുത്. കുറച്ച് അത്യാവശ്യം നല്ല തിള വരുമ്പോൾ തന്നെ നമ്മൾ കറി ഇറക്കി വെക്കണം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടിയാണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. തിളക്കുന്ന സമയത്താണ് നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും, കാരണം അത്രയും നല്ലൊരു ടേസ്റ്റുള്ള കറിയാണിത്. ഇത് നമ്മുടെ പത്തിരിക്കും അതുപോലെ നെയ്ച്ചോറിനും ഒക്കെ കൂട്ടാനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.